അജിത നായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് നല്ല ഒരു ഡൈ ആണ്. നമ്മുടെ അതായത് ദേവുചേട്ടൻ, അതായത് എൻ്റെ ചേട്ടൻ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡൈയെ കുറിച്ചാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. അപ്പം അത് തേച്ച് കഴിഞ്ഞാൽ ഞാനും ഇടയ്ക്ക് തേക്കാറുണ്ട് കേട്ടോ. ഇപ്പം നമ്മളിപ്പം കെമിക്കൽ തേക്കരുതെന്ന് പറഞ്ഞാലും നമുക്ക് ചില സന്ദർഭങ്ങളിലൊക്കെ തേക്കേണ്ടതായിട്ടുള്ള നിമിഷങ്ങളൊക്കെ വരും. അപ്പോഴത്തേക്കും എന്തായാലും ഞങ്ങൾ രണ്ടുപേർക്കും തേച്ച് കഴിഞ്ഞാൽ യാതൊരു കുഴപ്പമില്ലാത്ത ഒരു ഡൈ ആണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. നല്ലതാട്ടോ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ്. അപ്പം ചിലവർക്ക് പറയാൻ പറ്റത്തില്ല, ഓരോരുത്തർക്കും ചില ഡൈകൾ അലർജി ഉണ്ടാക്കാറുണ്ട്. അപ്പം അത് നമുക്കറിയത്തില്ല, അത് ഓരോരുത്തരുടെയും സ്കിന്നിന് ഏതാ ചേരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വാങ്ങിച്ച് ഉപയോഗിക്കാമെന്ന് ഞാൻ പറയുള്ളൂ. അല്ലാണ്ട് ഇത് തന്നെ തേക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ഞങ്ങൾ തേക്കുന്നതിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ദേവുചേട്ടൻ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നതാണിത്. അപ്പൊ വീഡിയോയിലോട്ട് പോകുന്ന ഏത് ഡൈയാന്ന് കാണിച്ചു തരാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ഇന്നത്തെ നമ്മുടെ ഡൈ ഏത് ഡൈ ആണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. വേറൊന്നുമല്ല മക്കളെ, ഗോദ്റേജിന്റെ റിച്ച് ക്രീം എന്ന് പറയുന്ന ഒരെണ്ണാണിത്. അപ്പം എന്നോട് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പം നമുക്കിപ്പം ധൃതി വെച്ചെങ്ങും പോകാനും അങ്ങനെയൊന്നും ഇല്ലെങ്കിലുണ്ടല്ലോ, ഞാൻ നമ്മുടെ മറ്റേ നാച്ചുറൽ ആയിട്ടുള്ള ഡൈ ഉപയോഗിക്കാറുണ്ട്. അത് പക്ഷെ പെട്ടെന്ന് കറക്കത്തില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ പിന്നെ പെട്ടെന്നൊരു സ്ഥലത്തൊക്കെ പോകണമെങ്കിൽ ഇത് തന്നെ തേച്ചാൽ നിവർത്തിയുള്ളൂ, അല്ലാണ്ട് ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ദേവുചേട്ടൻ ഇത് വർഷങ്ങളായിട്ട് തേക്കുന്ന കേട്ടോ. അപ്പം ഞാനും ഇതുപോലെ ധൃതിയൊക്കെ ഉള്ളപ്പോഴത്തേക്ക് ഞാൻ പറയാം, എനിക്കും കൂടി ഇച്ചിരി തേച്ച് തന്നേക്കാൻ പറഞ്ഞ് ചെല്ലാറുണ്ട്. അപ്പൊ ഇന്ന് ഞങ്ങൾ രണ്ടുപേരും തേച്ചാണിത്. അപ്പൊ ചിലവർക്ക് ഇത് പിടിക്കത്തില്ല കേട്ടോ, ചിലവർക്ക് പിടിക്കും. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പം റിച്ച് ക്രീമാണ്. അപ്പൊ ഇത് കുറെ പേര് എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു, ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്, ഉപയോഗിക്കാൻ അറിയില്ല എന്നൊക്കെ പറയാറുണ്ട്. ഇതിനകത്തൊരു ഇത് വെച്ചിട്ടുണ്ടല്ലോ കാറ്റലോഗ്. അപ്പൊ അതിൽ നോക്കിയിട്ട് നമുക്ക്, അതാണെങ്കിൽ മറ്റേ നമ്മുടെ മൈക്രോസ്കോപ്പ് കൊണ്ട് പോലും കാണാൻ വയ്യാത്ത രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഇത് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരേ രീതിയിൽ തന്നെ ആയിരിക്കും. അറിയാൻ വയ്യാത്തവരുണ്ട്, അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് ഈ ക്രീം എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു തരാം. അപ്പൊ നമുക്കിത് കലക്കിയെടുക്കാം. ഇന്നുണ്ടല്ലോ ദേവുചേട്ടൻ്റെ തലയിൽ തന്നെ തേച്ചാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും നോക്കി ഇരുന്നോണം, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോളേ നമുക്ക് ഈ ഡൈ ഒന്ന് കലക്കിയെടുക്കാം. കണ്ടോ, ഇത് എൻ്റെ ചേട്ടൻ കുറേ നാളായി കേട്ടോ യൂസ് ചെയ്യാൻ തുടങ്ങിയ ഒരു ഡൈ ആണ്. എനിക്ക് വന്നൊരു 40 വയസ്സൊക്കെ തൊട്ടിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ചിലർ പെട്ടെന്ന് നരക്കത്തില്ല. അപ്പം തൊട്ട് ഈ ഡൈ ആണ്. ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. പിന്നെ ഞാനും ചിലപ്പോൾ എടുത്ത് തയ്ക്കാറുണ്ട് കേട്ടോ, ഇല്ലെന്നൊന്നും ഞാൻ പറയത്തില്ല. നമുക്ക് അത്യാവശ്യമായിട്ട് ചിലപ്പോൾ പലയിടത്തുമൊക്കെ പോകണമെങ്കിൽ നമ്മുടെ നാച്ചുറലൊക്കെ തേച്ചുകൊണ്ടിരുന്നാൽ പെട്ടെന്ന് അങ്ങോട്ട് കറക്കത്തൊന്നുമില്ലല്ലോ, അതിനൊക്കെ സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തേക്കണമെങ്കിൽ ഇത് എടുത്തിട്ട് ഞാനും തേച്ചിട്ടൊക്കെ പോകാറുണ്ട് കേട്ടോ. ഇല്ല, നമ്മൾ കള്ളം പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് കത്രിക കൊണ്ട് പൊട്ടിച്ചാണ് മുറിഞ്ഞു വരും. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നവർക്ക് അറിയാം കേട്ടോ. ഇത് ഗോദ്റേജിൻ്റെ റിച്ച് ക്രീം എന്നുള്ളതാണ്. ഇത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ചിലവർക്ക് അലർജിയൊക്കെ കാണും. അലർജിയൊക്കെ ഉണ്ടാകുന്നവർ അതനുസരിച്ച് തേക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പം ഇതിനകത്തെന്തോ ഒരു ചെറിയ പാക്കറ്റും കൂടെ ഉണ്ട് കേട്ടോ. ഫ്രീ ആണ് ഇപ്രാവശ്യം. ഇത് ഈ പാക്കറ്റിൽ ഇങ്ങനെ ഉള്ളതല്ല കേട്ടോ. ഇപ്പം എന്തോ ക്രീം ആയിട്ട് വെറുതെ അവർ ചെറിയൊരു പാക്കറ്റും കൂടെ വെച്ചിട്ടുണ്ട്. നമുക്ക് വായിച്ച് നോക്കണമെങ്കിലേ അറിയാൻ പറ്റത്തുള്ളൂ. അല്ലാണ്ട് സാധാരണ എപ്പോഴും ഈ 2 പാക്കറ്റാണ് ഇതിനകത്തുള്ളത്. നിങ്ങൾക്ക് കാണാവോ എന്ന് എനിക്കറിയത്തില്ല, ഭയങ്കര വെട്ടം അടിക്കുന്നല്ലേ. ഒരു മിനിറ്റ് നോക്കട്ടെ. കണ്ട, ഈ 2 പാക്കറ്റാണ് ഇതിലുള്ളത്. അപ്പോൾ ഇത് നമുക്ക് പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിക്കാം. ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ രണ്ടും ഈക്വലായിട്ട് മാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ കുറച്ച് മതി കേട്ടോ, നമുക്ക് കുറച്ചെടുത്താൽ മതിയായിരിക്കും. ഇത്രയത്തിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. രണ്ടും കൂടെ അല്ലേ നമ്മൾ എടുക്കുന്നത്. പിന്നെ ഫുള്ള് തലയെ മുഴുവൻ ചെയ്യണമെങ്കിൽ ഫുള്ള് പാക്കറ്റ് എടുക്കുക. മുടിയുടെ അനുസരിച്ച് എടുക്കുക കേട്ടോ. ഇതിപ്പോൾ ദേവുചേട്ടന് ഇത്രയും മതി. ഉണ്ടോ, ഏകദേശം ഇതായിട്ട് നമ്മൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ചളക്കാം. ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു കമ്പ് വെച്ചിട്ടാണ് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ. നന്നായിട്ട് ഇത് മിക്സ് ചെയ്യുക. അപ്പം ഇത് ഈ വെള്ളയും ഈ ഒരുമാതിരി പിസ്ത ഗ്രീൻ പോലല്ലേ ഇരിക്കുന്നത്. അപ്പം ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും
വേറൊരു കളർ ഇതിന് വരും. എന്നിട്ടൊരു 5 മിനിറ്റ് നമ്മൾ മാറ്റി വെക്കുക. 5 മിനിറ്റ് മാറ്റി വെച്ച് കഴിയുമ്പോഴത്തേക്കും ഒരുമാതിരി ബ്ലാക്ക് ആയിട്ട് ഇതിൻ്റെ കളർ കണ്ട മുമ്പേ നമ്മളെടുത്ത അത്രയും ആ കളറ് മാറിയിട്ട്, ആ പിസ്ത ഗ്രീൻ്റെ കളർ മാറിയിട്ട് ചെറിയ ഒരു ബ്ലാക്ക് കളർ ഒരു ഫീൽ ചെയ്യുന്നില്ലേ? ഈ ടൈമിലും തേച്ച് കൊടുത്താൽ കുഴപ്പമില്ല. ഇല്ലെങ്കിൽ കുറച്ച് നേരം ഇരുന്നിട്ട് ഇതങ്ങ് ബ്ലാക്ക് ആവും കേട്ടോ. അപ്പം തേച്ച് കൊടുത്താലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇത് ഇങ്ങനെ ആകുന്ന ആ പരുവത്തിൽ അങ്ങ് തേച്ച് കൊടുക്കാറാ പതിവ് കേട്ടോ. ഒരു കുഴപ്പമില്ല. നമുക്കിത് ചേട്ടൻ്റെ തലയിൽ തേച്ച് കൊടുക്കട്ടോ. ഇതെന്തായാലും ഉറപ്പായിട്ടും കറക്കുമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ഇത് ചിലവർക്കുണ്ടല്ലോ, ചിലവർ ഇന്നാളിതുപോലെ ആരാണ്ട് എന്നോട് ചോദിച്ചായിരുന്നു ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഈ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ്. പിന്നെ ചിലവരിപ്പം നെഗറ്റീവ് കമൻ്റൊക്കെ ഇട്ടുകൊണ്ട് വരും, പിന്നെ ഇതാർക്കും അറിയാൻ വയ്യാത്തതെന്ന്. പക്ഷേ ഇതും അറിയാൻ വയ്യാത്തവരുണ്ട് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇതുപോലത്തെ പരുവായി. ഇനി നമുക്കിത് തലയിൽ തേച്ച് കൊടുക്കാം. ഇത് കുറച്ച് നേരം കൂടെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല ബ്ലാക്ക് ആയി കിട്ടും കേട്ടോ. പിന്നെ അതിനു വേണ്ടി അത്രയും നേരം ഒന്നും കാത്തു നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ടൈം എപ്പോഴും വിലപിടിപ്പുള്ളതല്ലേ അല്ലേ? ഓരോ മിനിറ്റും നമ്മൾ കളയുന്നത് ഒരുപാട് സമയത്തിന് ഭയങ്കര വിലയല്ലേ. അപ്പം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് നേരം ഒന്നും കാത്തു നിൽക്കേണ്ട. അപ്പം നമുക്കിതൊന്ന് തലയിൽ തേച്ച് കൊടുക്കാം. കാണിച്ചു തരാവേ. അപ്പം നമുക്ക് ഇത് ഫുള്ള് വേണ്ടായിരുന്നല്ലോ. അപ്പം ഇത് ഞാൻ കുറച്ചെടുത്തിട്ട് ബാക്കിയുണ്ടല്ലോ അതാ ഇങ്ങനെ തന്നെ അങ്ങ് വെച്ചാൽ മതി. ഒരു കുഴപ്പമില്ല കേട്ടോ. ഇത് കുറേ നാളിരിക്കും കേട്ടോ. ഇതിപ്പോൾ പൊട്ടിച്ചില്ലേ. ഇനിയിപ്പം ഇതിപ്പോൾ ഈ സ്ഥിരമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ ആഴ്ചയിൽ ഒന്ന് വെച്ച് ശരിക്കും ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ ഒരാഴ്ച പോലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും നിൽക്കത്തില്ല. പിന്നെ ഒരാഴ്ചയിൽ നമ്മളങ്ങ് വെക്കുക സത്യത്തിൽ. അപ്പം ഒരാഴ്ച വരെ ഇതാ നമ്മളിങ്ങനെ പാക്കറ്റ് എടുത്തിട്ട് അതിൻ്റെ ബാലൻസ് വരുന്നത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലാതിരിക്കും കേട്ടോ. ഞാനിങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഒരു കുഴപ്പമില്ലാതെ ഇങ്ങനെ തന്നെ ഇരിക്കും. വെറുതെ ഇങ്ങനെ വെച്ചാൽ മതി കേട്ടോ, ഇരുന്നോളൂ. നമുക്കിതൊന്ന് തലയിൽ തേക്കാം. നമുക്ക് ഈ ഡൈ തേച്ച് കൊടുക്കാം കേട്ടോ. ഷർട്ടൊക്കെ ഞങ്ങൾ മാറി ഇപ്പോൾ ഒരു തുണിയൊക്കെ എടുത്തങ്ങോട്ട് പുതപ്പിച്ചിരിക്കുകയാണ്. ഷർട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഡൈ ചെയ്യുമ്പോഴൊക്കെ അതിൽ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാക്കണം. അതുകൊണ്ട് നമ്മൾ അതൊക്കെ മാറ്റി നമ്മളിതാ ഒരു സാരിയുടെ ചീത്ത സാരിയുടെ ഒരു തുണി എടുത്തിട്ട് പുതപ്പിച്ചൊക്കെ കൊടുത്തിരിക്കും. നമുക്ക് ചെയ്യാം കേട്ടോ. ഇത് എപ്പോൾ ഇത് കുറേ നാളായി കേട്ടോ ചെയ്യാൻ തുടങ്ങിയിട്ട്. നമുക്ക് ഇത് കണ്ടോ തലയിലൊന്നും അങ്ങനെ നരയില്ല കേട്ടോ. ഇത് നിങ്ങൾ വിചാരിക്കത്തില്ല ഇത് ഡൈ ചെയ്തിട്ടാണ് നല്ല തലയ്ക്ക് എങ്ങനെ ഇതിലും കൂടുതൽ നര എൻ്റെ തലയിലുണ്ട് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിപ്പം മീശയാണ് നരയ്ക്കുന്നത്. അപ്പം നമുക്ക് മീശ ചെയ്ത് കൊടുക്കാം. സുന്ദരനാക്കണ്ടേ? ഇതാണ് മിണ്ടായിരിക്കുന്നത്. രഘുനാഥിന് ചിരി വരുന്നുണ്ട്. എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ശരിയാക്കി കൊടുക്കാം അല്ലേ? മിണ്ടായിരിക്കുന്നത് അങ്ങനെ വയ്ക്കണ്ട. നേരെ ഇരുന്നാൽ മതി. നല്ലതാണ് കേട്ടോ. ഇനിയിപ്പം പലവരും പല അഭിപ്രായങ്ങളൊക്കെ വരും. ഇപ്പം ഞങ്ങൾ ഇതാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പം ഇതിപ്പം വർഷം കുറേയായി ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. ഒരു കുഴപ്പമില്ല. ഒരു 20 മിനിറ്റിന് 20 മിനിറ്റ് ഒന്നും വേണ്ട. പിന്നെ നമ്മൾ 20 മിനിറ്റ് വെക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. എടാ ശരിക്കുവേ അങ്ങോട്ട് നമുക്കിവിടെ ഈ ഫോണേ അങ്ങോട്ട് സ്റ്റാൻഡിൽ വെക്കാനായിട്ട് അങ്ങോട്ട് ശരിയാകുന്നില്ല. പിന്നെ ഉള്ള വെട്ടത്തിലൊക്കെ നമ്മൾ പിടിച്ചു. നമ്മളതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു, അത്രേ ഉള്ളൂ. എല്ലാം അഡ്ജസ്റ്റ്മെൻ്റ് ആണല്ലോ. അപ്പം എന്താ എങ്ങനെയുണ്ട്? ഒരു 20 മിനിറ്റ്. അതിനുശേഷം നമ്മളിത് കഴുകിക്കളഞ്ഞിട്ട് സുന്ദരനായി വരുന്നതായിരിക്കും നമ്മുടെ രഘുനാഥ് കേട്ടോ. ഇവിടെ കൂടെ ശകലം തേച്ചിടാം. കണ്ട തെപ്പിക്കത്തില്ലടന്നു. മീശ മാത്രമേ തെപ്പിക്കത്തുള്ളൂ. ദേഷ്യമൊന്നുമില്ല. ശകലം വേണ്ട പാവല്ലേ, അത്രയും മതി കേട്ടോ. ഇത്രത്തിൽ ആവശ്യമുള്ളൂ. ബാക്കി ഇപ്പം ഞാൻ ഇവിടെയൊക്കെ അങ്ങ് തേച്ചിടും കേട്ടോ. ഈ ഫോണിനകത്ത് നോക്കി തേക്കാനായിട്ട് നമുക്ക് പാടാം കേട്ടോ. അപ്പം നമ്മളെന്തായാലും കലക്കിയതാ, കളയാൻ പറ്റത്തില്ല. പൈസ കൊടുത്ത് വാങ്ങിച്ചല്ലേ. അപ്പം ഞാനും ഇങ്ങനെ തന്നെ അങ്ങ് തേച്ചു. ഞാൻ പറഞ്ഞില്ലേ ഞാനും ധൃതിക്കൊക്കെ ശരിക്കും ഇത് തേച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോളേ ഞാനിനി ബാക്കിയും കൂടെ ഒക്കെ തേക്കട്ടെ. ഇതിനകത്തുനിന്ന് തേച്ച് കഴിഞ്ഞാൽ ശരിയാകത്തില്ല കേട്ടാ. എനിക്ക് ഞാൻ കളയാം. എനിക്ക് 1 മിനിറ്റ്. ഇതുണ്ടോ, ഇത് കറുത്തില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ തലയിൽ തേക്കുമ്പോൾ കറക്കം കണ്ട. ഇപ്പം ഇതെല്ലാം
കറുത്ത് കണ്ടോ. നമ്മളിങ്ങനെ തേച്ച് കൊടുക്കുമ്പോൾ നമ്മൾക്ക് ഈ കളറായിട്ട് ഫീൽ ചെയ്യും കേട്ടോ. അത് കറുത്തിട്ട് തേച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല, കറക്കുന്നതിന് മുന്നേ തേച്ച് കഴിഞ്ഞാൽ അതാ ഇങ്ങനെ. എനിക്ക് ഈ സൈഡിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അതാണ് ഞാനിങ്ങനെ തേച്ചത് കേട്ടോ. ഇച്ചിരി കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ഇത് നന്നായിട്ടങ്ങ് കറക്കും. ഒരു 10, 15, 20 മിനിറ്റ് കഷ്ടിച്ച് വെച്ചാൽ മതി. അപ്പോഴത്തേക്കും നമ്മൾ ഓക്കെ ആവും. കണ്ടോ കണ്ടോ കറുത്ത കണ്ടോ. പെട്ടെന്ന് കറക്കും ഇത്, പെട്ടെന്ന്. ഇത് പിന്നെ കെമിക്കലാണ്. ഇത് കറക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അല്ലെങ്കിൽ പിന്നെ കമ്പനി കൂട്ടണ്ട വന്നതിന് കറുത്തില്ലെങ്കിൽ അല്ലേ. ഇത് നിങ്ങളെ കാണിച്ചു തന്നെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് ഉപയോഗിക്കാൻ അറിയാൻ വയ്യാത്തവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് കാണിച്ചു തന്നെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരു ചേട്ടൻ എന്താ വർഷങ്ങളായിട്ട് തേക്കുന്നത്, ഒരു കുഴപ്പമില്ല പുള്ളിക്ക് കേട്ടോ. പിന്നെ ചിലവരുടെ കാര്യം നമുക്ക് പറയാൻ പറ്റത്തില്ല, ചിലവർക്ക് അലർജിയൊക്കെ കാണും. അപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന്. എല്ലാവർക്കും ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ട്. അറിയാൻ വയ്യാത്തവർ കേട്ടോ, അറിയാവുന്നവരുടെ കാര്യം നമ്മൾക്കിവിടെ പ്രശ്നമില്ല. അറിയാൻ വയ്യാത്തവരുടെ കാര്യമാണ് പറഞ്ഞ കേട്ടോ. അവർക്കാണ് നമ്മൾ പ്രസക്തി കൊടുക്കേണ്ടത് അല്ലേ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്കും കമന്റും ഷെയറും ഒക്കെ ഒന്ന് ചെയ്യുക. പുതുതായി കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതിനും വരെ എല്ലാവർക്കും ബൈ.